ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ചുറ്റും നടക്കുന്നതും എന്നാൽ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തതുമായിട്ടുള്ള സ്ത്രീകളുടെ കുറച്ച് രഹസ്യങ്ങളുണ്ട്. ഏകദേശം ഒരു 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ച് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈഗോയാണ്. അതായത് പുരുഷന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഈഗോ കൂടുതൽ എപ്പോഴും സ്ത്രീകൾക്കായിരിക്കും. അതായത് നിങ്ങൾ തമ്മിൽ വഴക്കിടുകയാണെങ്കിൽ പെട്ടെന്ന് സോറി പറയാൻ വേണ്ടിയിട്ട് നല്ല ഈഗോയും മടിയും ഒക്കെ ഉള്ളത് സ്ത്രീകൾക്കായിരിക്കും. പുരുഷന്മാർക്ക് അത്രയ്ക്ക് ഈഗോയൊന്നും ഇല്ല. അവർ വന്നിട്ട് സോറി പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ സ്ത്രീകൾക്ക് പൊതുവെ ഭയങ്കര മടിയായിരിക്കും, ഭയങ്കര ഒരു ഈഗോ ആയിരിക്കും. എന്തോ അങ്ങനെ വഴക്കിട്ടിട്ട് പോയി സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു വിലയില്ലാത്ത പോലെ വരും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഭയങ്കര ഒരു ഈഗോ ആയിരിക്കും വഴക്കിടുന്ന സമയത്ത് അവർക്കുണ്ടാവുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊതുവെ സ്ത്രീകളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പകുതി ആളുകളും, അതായത് എല്ലാവരുമല്ല, പകുതി സ്ത്രീകളും അത് ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ പുരുഷന്മാർ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയുകയാണ്, അതായത് നിങ്ങളുടെ ആ ഒരു പെൺകുട്ടിയോട് പറയുകയാണ് മുടി വെട്ടല് അല്ലെങ്കിൽ ഹെയർ കളർ ഒന്നും ചെയ്യരുതെന്ന്. എന്നാലോ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുക. നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴായിരിക്കും കാണുക അവർ മുടിയൊക്കെ വെട്ടിയിട്ട് ഹെയർ കളറൊക്കെ ചെയ്ത് നിൽക്കും. പിന്നെ ആയിരിക്കും അവർ പറയുക എനിക്കിത് ചേരുന്നില്ല, നിങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു. അവർ സമ്മതിച്ചും തരും, നിങ്ങൾ പറഞ്ഞതായിരുന്നു സത്യം എന്ന് അവർ ലാസ്റ്റ് സമ്മതിച്ചും തരും. എന്നിരുന്നാലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളും അത് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഒട്ടുമിക്ക സ്ത്രീകളും വഴക്കിടുമ്പോൾ ജയിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറയും. അതായത് നിങ്ങളും നിങ്ങളുടെ പെൺകുട്ടിയും കൂടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കിടുകയാണ്. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ആർഗ്യുമെന്റ്സിന് വരുന്നത്. അതായത് അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കണം, അവൾ ജയിക്കണം. അതിനു വേണ്ടിയിട്ട് ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ പറയും. അതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീലാകും അങ്ങനെയൊന്നും അവർ ആ ഒരു സമയം ചിന്തിക്കത്തേ ഇല്ല. നിങ്ങളുടെ വിഷമം അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം, നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ എന്ത് തോന്നും, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ അവർക്ക് വായിൽ എന്താണോ ഒരു ടൈമിൽ വരുന്നത് ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് വഴക്കിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക സ്ത്രീകളും ശ്രമിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, റിലേഷൻഷിപ്പിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ നിങ്ങൾ ആൺകുട്ടികൾ പോയിട്ട് വേറെ ഫ്രണ്ട്സിനോട്, അതായത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോട് ഒന്നും മിണ്ടുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് ഒട്ടും ഇഷ്ടമല്ല. നിങ്ങൾ മിണ്ടുന്ന ടൈമിൽ അവൾ ചിരിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അവളും ആ ഒരു പെൺകുട്ടിയോട് മിണ്ടുകയൊക്കെ ചെയ്യും. എന്നാൽ നിങ്ങൾ വഴക്കിടുന്ന സമയത്ത് ഈ ഒരു കാര്യം എടുത്തിട്ടിട്ടായിരിക്കും അവൾ കൂടുതലായിട്ടും വഴക്കിടുക. അതായത് റിലേഷൻഷിപ്പിലിരിക്കുന്ന ടൈമിൽ നിങ്ങൾ അവളോടല്ലാതെ വേറെ ഒരു പെൺകുട്ടികളോടും മിണ്ടുന്നത് ആ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. എന്നാൽ അവളിത് നേരത്തെ, അതായത് ഡയറക്റ്റായിട്ട് അവൾ തുറന്നു പറയത്തൊന്നുമില്ല, ഒരു വഴക്കൊക്കെ ഇടുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ എടുത്ത് അവൾ ഇടുന്നത്. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, പെൺകുട്ടികൾക്ക് പൊതുവെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഗേൾ ഫ്രണ്ട്സിനേക്കാളും അവർക്ക് വിശ്വാസം നിങ്ങൾ ബോയ് ഫ്രണ്ട്സിനെ ആയിരിക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളത് മനസ്സിൽ കൊണ്ട് നടക്കും, വേറെ ആരോടും പറയില്ല. ഇങ്ങനെയൊരു ചിന്ത എപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരിക്കും. നിങ്ങളോട് പറയുന്ന കാര്യങ്ങളുടെ പകുതിയായിരിക്കും അവൾ എപ്പോഴും അവളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഒട്ടുമിക്ക പെൺകുട്ടികളും ഈ ഒരു സ്വഭാവം കാണിക്കുന്നവരാണ്. അതായത് അവൾക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ, ഗേൾസ് ആണെങ്കിൽ പോലും അവരെ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടാവില്ല, നിങ്ങളോടായിരിക്കും അവർക്ക് കൂടുതൽ വിശ്വാസം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്നിട്ട് അവർ ഓപ്പണായിട്ട് പറയും. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. അപ്പോൾ ഇന്നീ പറഞ്ഞ 5 കാര്യങ്ങളാണ് സ്ത്രീകളെ കുറിച്ചിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ
തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.